PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും mySchool എന്ന ഈ ചാനൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും നോട്ടിഫിക്കേഷൻ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. പാലക്കാട് ചിറ്റൂരിനടുത്ത് കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് 1852 ഓഗസ്റ്റ് 26 കുഞ്ഞികൃഷ്ണ മേനോൻ നാണിയമ്മ ദമ്പതികൾക്ക് ജനിച്ച മകനാണ് ഗോവിന്ദൻകുട്ടി എന്ന ബാല്യകാല നാമത്തോടു കൂടിയ കാരാട്ട് ഗോവിന്ദ മേനോൻ എന്ന ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു, പുരുഷസിംഹം, ആലത്തൂർ സ്വാമികൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ തറവാട്ട് പേര് കാരാട്ട് തറവാട് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരുവാണ് പത്മനാഭ ശാസ്ത്രികൾ. പദ്യരചനയിലുള്ള താൽപ്പര്യം കൊണ്ട് ഇദ്ദേഹം പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ കൂടല്ലൂർ ശാസ്ത്രിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയുണ്ടായി. ശിവയോഗിയുടെ ആദ്യ കവിതയാണ് കൂടല്ലൂർ ഭഗവതി സ്തുതി. 1893 വാനൂരിൽ സ്ഥാപിച്ച സിദ്ധാശ്രമം 1924 ആലത്തൂരിലേക്ക് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി ബ്രഹ്മാനന്ദ ശിവയോഗി. 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ച ഇദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും വിഗ്രഹാരാധനയ്ക്കെതിരെയും ശക്തമായി വാദിച്ചിരുന്നു. ആനന്ദ മഹാസഭയുടെ അധ്യക്ഷ പത്നിയായ യോഗിനി ദേവിയായിരുന്നു. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതമാണ് ആനന്ദമതം. ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവായ ഇദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹി. സമീപ പ്രദേശത്തെ കുട്ടികൾക്കു വേണ്ടി വീട്ടിൽ ഗുരുകുലം നടത്തിയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യൻ വാഗ്ഭടാനന്ദനായിരുന്നെങ്കിലും ആദ്യകാല ശിഷ്യനായിരുന്നു കാരാട്ട് നാരായണ മേനോൻ. നേറ്റീവ് സ്കൂളിൽ സംസ്കൃത അധ്യാപകനായി ജോലി ആരംഭിച്ച ശിവയോഗിയുടെ സിദ്ധാനുഭൂതി എന്ന കൃതിയിൽ ദൈവത്തെപ്പറ്റി പരാമർശിക്കുന്നു. മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന പ്രബന്ധം രചിച്ച ബ്രഹ്മാനന്ദ ശിവയോഗി 1893 ശിവയോഗ രഹസ്യം എഴുതുകയുണ്ടായി. ശ്രീരാമ മഹാത്മ്യത്തെ ആധാരമാക്കി നാടകം രചിച്ച ഇദ്ദേഹം രാജാവായാലും രാജ്ഞിയായാലും കർമ്മിയായാലും ജോലി ചെയ്യണം എന്ന് പറയുകയുണ്ടായി. താലികെട്ട്, കല്യാണം, പുലകുളി, ഹിംസാത്മകമായ മതകർമ്മങ്ങൾ എന്നിവ ഒഴിവാക്കാനും ശവസംസ്കാര ചടങ്ങുകൾ ലഘുവാക്കാനും ആഹ്വാനം ചെയ്യുകയുണ്ടായി ഇദ്ദേഹം. ശിവയോഗിയെക്കുറിച്ചും ആനന്ദ ദർശനത്തെക്കുറിച്ചും പത്നി യോഗിനി മാതാവ് എഴുതിയ പുസ്തകമാണ് ആനന്ദ ഗുരുഗീത. ഇന്ത്യ ചക്രവർത്തി യോഗക്ഷേമ കുമ്മി എന്ന കവിതയും യോഗിനി മാതാവിൻ്റേതാണ്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിക്കുകയുണ്ടായി ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ നരകസ്വർഗങ്ങളില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനമാണ് ആനന്ദ ദർശനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ് സ്ത്രീ വിദ്യാപോഷിണി, ആനന്ദ സോപാനം, രാജയോഗ രഹസ്യം, അനന്തസൂത്രം, ആനന്ദ മത പരസ്യം, വിഗ്രഹാരാധന ഖണ്ഡനം, ആനന്ദഗണം, ആനന്ദ ദർശനം, ആനന്ദ വിമാനം, ആനന്ദ ഗുരുഗീത, ആനന്ദ കൽപ്പദ്രുമം, ആനന്ദ ദർശനം, മോക്ഷപ്രദീപം, സിദ്ധാനുഭൂതി, ശിവയോഗ രഹസ്യം, ആനന്ദ കുമ്മി, ജ്ഞാനക്കുമ്മി എന്നിവ. ബ്രഹ്മസമാജക്കാർക്ക് ബ്രഹ്മസങ്കീർത്തനം എന്ന ഗാനകാവ്യം രചിച്ച ഇദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി 1899 സ്ത്രീ വിദ്യാപോഷിണി എന്ന ലഘുകാവ്യം എഴുതുകയുണ്ടായി. 1929 സെപ്റ്റംബർ 10 സ്വാമി മരണത്തിന് കീഴടങ്ങി. സ്വാമിയുടെ സമാധിക്ക് ശേഷം സ്ത്രീ വിദ്യാപോഷിണി പ്രസിദ്ധീകരിച്ച പത്നി യോഗിനി ദേവി തന്നെയാണ് ആശ്രമത്തിന്റെ ചുമതലയും നോക്കിയിരുന്നത്. യോഗിനി മാതാവിന്റെ മരണശേഷം ആശ്രമത്തിന്റെയും ആനന്ദ മഹാസഭയുടെയും അധ്യക്ഷത വഹിച്ചത് മാതാവിന്റെ ശിഷ്യനായിരുന്ന നിർമ്മലാനന്ദ യോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശസ്തമായ പദ്യത്തിലെ ചില വരികളാണ് ഇനി ചൊല്ലുന്നത്. പഠിപ്പു തന്നെ മനുജനു ഭൂഷണം, ഉടുപ്പ് ഭൂഷാദികളൊന്നുമല്ലഹോ, മിടുക്കരായിട്ടു വരേണമെങ്കിലോ, മടിച്ചിടാതങ്ങു പഠിച്ചുകൊള്ളുവിൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുന്നതോടൊപ്പം തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.